ഗുരുവായൂർ നിയോജക മണ്ഡലത്തിലെ സബ് രജിസ്ട്രാർ ഓഫീസുകൾ കേന്ദ്രീകരിച്ചുള്ള ജനകീയ സമിതികളുടെ രൂപീകരണ യോഗം എൻ.കെ. അക്ബർ എം.എൽ.എയുടെ അധ്യക്ഷതയിൽ ചാവക്കാട് PWD റെസ്റ്റ് ഹൌസിൽ ചേർന്നു. ജനങ്ങളുടെ പ്രയാസങ്ങൾ പരിഹരിക്കുന്നതിനും സുതാര്യമായതും വേഗത്തിലുമുള്ള സേവനങ്ങൾ രജിസ്ട്രാർ ഓഫീസ് മുഖേന നൽകുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കേണ്ട സംവിധാനമായി ജനകീയ സമിതികൾ മാറണമെന്ന് എം.എൽ.എ യോഗത്തിൽ നിർദ്ദേശിച്ചു. അണ്ടത്തോട് രജിസ്ട്രാർ ഓഫീസിന് ആധുനിക രീതിയിലുള്ള കെട്ടിടവും മെച്ചപ്പെട്ട അനുബന്ധ സൗകര്യങ്ങളും ഉണ്ടെങ്കിലും കോട്ടപ്പടി സബ് രജിസ്ട്രാർ ഓഫീസ് വാടക കെട്ടിടത്തിലാണെന്നും ചാവക്കാട് സബ് രജിസ്ട്രാർ ഓഫീസ് സ്ഥലപരിമിതി മൂലം പ്രയാസത്തിലാണെന്നും ഇതിന്റെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തുന്നതിൽ ജനകീയ സമിതികൾ ഫലപ്രദമായി ഇടപെടണമെന്നും എം.എൽ.എ കൂട്ടിച്ചേർത്തു. എല്ലാ മാസത്തിലും മൂന്നാമത്തെ ശനിയാഴ്ച രജിസ്ട്രാർ ഓഫീസുകളിൽ ജനകീയ സമിതിയുടെ യോഗം ചേരണം. എം.എൽ.എയുടെ അസാന്നിധ്യത്തിൽ രജിസ്ട്രാർ ഓഫീസ് നിലനിൽക്കുന്ന സ്ഥലത്തെ നഗരസഭാ ചെയർമാൻ അല്ലെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ അധ്യക്ഷതയിൽ യോഗം ചേരാനും തീരുമാനമായി. ജനകീയ സമിതിയിലേക്ക് പ്രതിനിധികളെ നിശ്ചയിച്ച് നൽകാത്ത എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ജില്ലാ അധ്യക്ഷർക്ക് പ്രതിനിധികളെ നാമനിർദ്ദേശം ചെയ്യാൻ കത്ത് നൽകാനും യോഗത്തിൽ തീരുമാനിച്ചു. ചാവക്കാട് മുനിസിപ്പൽ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത്, ഗുരുവായൂർ മുനിസിപ്പൽ ചെയർമാൻ എം കൃഷ്ണദാസ്, പുന്നേർകുളം പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ, അണ്ടത്തോട്, കോട്ടപ്പടി, ചാവക്കാട് എന്നിവയിലെ സബ് രജിസ്ട്രാർമാർ, ജനപ്രതിനിധികൾ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, ആധാരമെഴുത്തുകാരുടെ പ്രതിനിധികൾ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു.